പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 28/10/2025 തുലാം മാസം 11-ാം തീയതി. ഏവർക്കും നന്മയുള്ള ഒരു നല്ല ദിവസം നേരുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ പിതാവാം ദൈവം ദൈവദൂതനിലൂടെ വിളിച്ച ഒരു വാക്കു മാത്രം ഇന്നത്തെ വിചിന്തന വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. ഏറ്റവും ഉന്നതനും പരമോന്നതനും, അതിന് ഏറ്റവും നല്ല വാക്ക് ഒംനിഷ്യൻറ്റ്, ഒംനിപ്രസൻറ്റ്, ഒംനിപോട്ടൻറ്റ്, സർവവ്യാപിയായ, സർവവുമായ, നിസ്തുലനായ, അവസാനമില്ലാത്തതും തുടക്കമില്ലാത്തതുമായ ദൈവം വിളിക്കുന്നൊരു വാക്കാണ് ദൈവകൃപ നിറഞ്ഞവളെ. കർത്താവിൻ്റെ കണ്ണിൽ ഇത്രത്തോളം പവിത്രമായി കണ്ട ഒരു വ്യക്തി വിശുദ്ധ ബൈബിളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പലരും ശങ്കിക്കും. ഇനിയും നമ്മൾ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണത നേരിടുന്ന സമയം ആ കുട്ടിയുടെ യൗവന സമയമാണ്. അതാണായാലും പെണ്ണായാലും. സങ്കീർണത എന്ന് പറയുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റം, മനസ്സിന് വരുന്ന മാറ്റം, ശരീരത്തിൽ വരുന്ന മാറ്റം ശബ്ദത്തെ ബാധിക്കുന്നത് എങ്ങനെ, പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പലപ്പോഴും നമ്മൾ അറിയാതെ വഴിതെറ്റിപ്പോകുന്നത്, ഇതൊക്കെയും യൗവനത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളാണ്. എന്നാൽ അതേസമയം തന്നെ ഈ യൗവനത്തിൽ തീക്ഷ്ണതയോടെ ദൈവത്തിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയോ സമർപ്പിക്കപ്പെടുന്ന മനുഷ്യരുമുണ്ട്. അവിടെ അവൻ്റെ ചാലകശക്തി അല്ലെങ്കിൽ അവൻ്റെ കുതിരശക്തി, ദ പവർ ഓഫ് ദ ഹോഴ്സ് ഹീ ഈസ് ട്രാൻസ്മിറ്റിംഗ് ഫോർ ദ ഗുഡ് ഓഫ് ദ പീപ്പിൾ, ഗുഡ് ഓഫ് ദി സൊസൈറ്റി, ദ ഗുഡ് ഓഫ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ എന്നാൽ ഇവിടെ പലരും ഈ യൗവനത്തിൽ ഉണ്ടാകുന്ന തിളപ്പ് മണ്ടത്തരമായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റൊരു ദിവസം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. എന്താണ് പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് ദൂതൻ എന്താണെന്നറിയാമല്ലോ. ദൂതൻ ആരുടെ കൽപ്പനയാണോ ശിരസാ വഹിക്കുന്നത് ആ കൽപ്പന പറയുമ്പോൾ അത് ആര് പറഞ്ഞോ അത് വന്ന് പറയുക, അത് മാത്രമാണ് ദൂതൻ്റെ കടമ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ദൈവമാതാവ് ദൈവകൃപ നിറഞ്ഞവൾ എന്ന നിരീക്ഷണത്തിൽ ഇനിയും 2-3 കാര്യങ്ങൾ ഞാൻ പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക. കർത്താവിൻ്റെ കണ്ണിൽ ഒരാൾ പെട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ദൈവം നിന്നെ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ, വളർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നീ വളർന്നിരിക്കും. ദൈവം പരിശുദ്ധനെന്ന് നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യർ നിന്നെ അശുദ്ധനെന്നോ നീ മോശക്കാരനെന്നോ ചിത്രീകരിച്ചാലും ഒരിക്കലും ദൈവത്തിൻ്റെ കണ്ണിൽ അത് വിലപ്പോകുന്നതല്ല. ദൈവം വിളിച്ചു നിന്നെ വിശുദ്ധൻ, അല്ലെങ്കിൽ നിന്നെ പരിശുദ്ധ എന്ന്, അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞവളെ എന്നതാണ് പ്രധാനം. അതുകൊണ്ട് 3-ാമത്തെ കാര്യം എപ്പോഴും ചിന്തിക്കണം. പിതാവാം ദൈവം ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു? വിശുദ്ധരിൽ വിശുദ്ധനെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പലരോടും, അല്ലെങ്കിൽ മോശയെപ്പോലുള്ളവരോടും. മോശ വിശുദ്ധനാണ് എന്നത് ഞാൻ തന്നെ പറയുന്നു. കാരണം വിക്കുള്ളവനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇസ്രായേൽ എന്ന സമൂഹത്തെ നയിക്കുവാൻ വിട്ട് യഹോവയുടെ തിരഞ്ഞെടുപ്പിന് തെറ്റുപറ്റിയിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കനാൻ ദേശം, വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതും ഒരു പച്ച പരമാർത്ഥമാണ്. കാരണം ആയുസ്സിൻ്റെ അറുതി എവിടെ വെച്ചെടുക്കണമെന്ന് നിശ്ചയിക്കുന്ന ദൈവമാണ്. അവിടെയും ദൈവകൃപ നിറഞ്ഞവൾ എന്ന് വിളിച്ചത് മറിയത്തെയാണ്. അവിടെ മോശയോട് എരിയുന്ന മുൾപ്പടർ പ്രത്യക്ഷപ്പെട്ടു ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞ യഹോവയുടെ സ്വരം അല്പമാത്രം മാറ്റിക്കൊണ്ട് വിളിക്കുകയാണ്. ഒരു പ്രേമാത്മകമായ, ഒരു ഹൃദയത്തോട് ചേർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു വിളിയാണ് ദൈവകൃപ നിറഞ്ഞവളെ. ഈ പറയുന്ന ഞാൻ
എനിക്ക് എൻ്റെ കർത്താവിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ഈ അഖിലാണ്ടത്തെ ഭരിച്ച് മേയിച്ച് സ്നേഹിച്ച് നടത്തിക്കൊണ്ടുപോകും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ അബ്രഹാം പറയുന്നത് പോലെ പൊടിയും ചാരവുമായ എൻ്റെ നാവിന് ശക്തിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ലളിതമായ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ജപമാല രഹസ്യം ചെല്ലുമ്പോൾ ഈ ദൈവകൃപ നിറഞ്ഞ വ്യക്തി എന്ന് മാതാവിനെ പിതാവാം ദൈവത്തിന് തിരഞ്ഞെടുക്കാമെങ്കിൽ നമുക്ക് എങ്ങനെ മാതൃസാന്നിധ്യത്തെ വെറുതെ കളയാൻ സാധിക്കും? ഈ മാതാവിൽ അന്തർലീനമായിരുന്ന ഒരു പ്രത്യേകത കൂടി ഞാൻ എടുത്തു പറയട്ടെ. ദൈവം ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചിട്ട് പോലും മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിലെക്കുറിച്ചോ നാളെക്കുറിച്ചോ മറിയത്തിന് യാതൊരു ആകുലതയില്ലായിരുന്നു. എൻ്റെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചു എന്ന് മറിയം ആരോടും പറഞ്ഞില്ല. അതാണ് മറിയത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യരെക്കുറിച്ച് നന്മ പറയുന്നത് എപ്പോഴാണെന്നറിയോ? മറ്റൊരാൾ ഇങ്ങോട്ട് പ്രതികരിക്കാതിരിക്കുന്ന സമയം, എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന സമയം. ലോകത്തിൽ എന്തെല്ലാം മോശമൊക്കെ ചെയ്താലും പ്രസംഗകർ വന്ന് മൈക്കെടുക്കുമ്പോഴോ അല്ലാതെ പ്രസംഗിക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ നന്മകളും ചെയ്ത സ്ത്രീ, ഇത്രത്തോളം നല്ലൊരു മനുഷ്യനെ, ഇത്രത്തോളം നല്ലൊരു പുരുഷനെ, ഇത്രത്തോളം ദൈവ പൈതലായി ജീവിച്ച ഈ ഒരു കുഞ്ഞിനെ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ മുഖത്ത് നോക്കി നീ ദൈവകൃപ നിറഞ്ഞവളാണ്, യു ആർ ദ ചോസൺ വൺ ഓഫ് ഗോഡ്, നിൻ്റെ ജീവിതം ദൈവകൃപ നിറഞ്ഞതാണ് എന്ന് പറയുമ്പോഴും, ഈശോയെ വഹിക്കുമ്പോഴും, ഈശോയ്ക്ക് ജന്മം കൊടുക്കുമ്പോഴും, ഈശോയുടെ കൂടെ നടക്കുമ്പോഴും ഒക്കെയും മറിയം ആരോടും പറഞ്ഞില്ല, ആ 5 അപ്പം വർദ്ധിപ്പിച്ചത് എൻ്റെ മോനാണ് കേട്ടോ. ഗൾഫിലെങ്ങാനും പോകുന്നൊരു മോൻ ഇച്ചിരി പൈസ അയച്ചു തരുവാണെങ്കിൽ, ഒരാൾ അമേരിക്കയിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി വസ്തു വാങ്ങിക്കാമോന്ന് എനിക്കറിഞ്ഞൂടാ. പല സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിലൊക്കെ പോയി, എൻ്റെ മൂത്ത മോൻ ഓസ്ട്രേലിയയിലാണ്, ഇളയവൻ അത് ഫിലാഡൽഫിയയിൽ. മറ്റേ മോളെ കെട്ടിച്ചത് ഒരു ഡോക്ടറോടാണ്. ഡോക്ടർ വലിയ ഡോക്ടറാണ്. ഇതല്ലേ നമ്മുടെയൊക്കെ പറച്ചില്ലേ? അങ്ങനെ ആകട്ടെ, നല്ലതാ, അങ്ങനെ പറഞ്ഞോളൂ. പക്ഷെ മറിയതൊന്നും പറയാൻ പോയില്ല. 5 അപ്പോ 7 അപ്പോ ഒന്നും അമ്മയ്ക്കൊരു കാര്യമല്ലായിരുന്നു. മരിച്ചത് ഉയർത്തു, അമ്മയൊന്നും മിണ്ടിയില്ല. ലാസർ ഉയർത്തു, അമ്മയൊന്നും മിണ്ടിയില്ല. ഇതാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുകയോ ചെയ്തില്ല. ദാസീന്ന് പറഞ്ഞു. പക്ഷേ മറിയം എന്നും ഒരു ബാലൻസ്ഡ് മൈൻഡ് സൂക്ഷിച്ചു. അല്പം നീണ്ടുപോയി, നിർത്തുന്നു. അപ്പോൾ ഇനിയും 3 ദിവസം കൂടെ ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും. ഇനിയും പറയുന്ന 3 ദിവസം ഞാൻ ഐ വിൽ ബി സേയിങ് അബൌട്ട് ദ കാത്തലിക് ഫെയ്ത്ത് അബൌട്ട് സെൻറ്റ് മേരി. വിശുദ്ധ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ വിശ്വാസം ഞാൻ പറയുന്നതായിരിക്കും. നന്മയുള്ള നല്ല ദിവസം. ജോൺസൺ കരൂർ.